ഇന്ന് ലാലേട്ടന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ മാത്രമായിരുന്നു. നാളെയാണ് എവിക്ഷനും ഫാമിലി വീക്കിന്റെയും ക്യാപ്റ്റൻസിയുടെയും എല്ലാം ഡിസ്കഷൻ, പിന്നെ മത്സര മാമാങ്കത്തിന്റെയും എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ പ്രൊമോ വന്നിട്ടില്ല. പ്രൊമോ വന്നു കഴിയുമ്പോൾ എവിക്ഷന്റെ കാര്യങ്ങൾ കൂടുതൽ നമുക്ക് എങ്ങനെയാണ് എവിക്ഷൻ പ്രോസസ്സ് എന്നും അത് മാത്രമല്ല നാളെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് അറിയാൻ സാധിക്കും. എന്ന് എന്തൊക്കെയാണ് നടന്നത് അതിനെക്കുറിച്ചുള്ള അനാലിസിസ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ആദ്യമായിട്ട് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. 300K എനിക്കായിരിക്കുകയാണ്. 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്. ബിഗ് ബോസ് മല്ലു ടോക്സിന് എഴഞ്ഞ് അറിയാലോ. നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് വെറും 3 മാസം മാത്രമേ ഉള്ളൂ വർഷത്തിൽ. 3 മാസം 3.5 മാസം അല്ലെങ്കിൽ ഒരു 4 മാസം, അപ്രോക്സിമേറ്റ്ലി 4 മാസം ഉണ്ടാവും. അത്രേ ഉണ്ടാവുള്ളൂ ഒരു വർഷം കണ്ടന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കാഴ്ചക്കാർ വരുന്നത് കാണാൻ വേണ്ടി. ബാക്കിയൊക്കെ ഞാൻ വ്ളോഗ് ഇടും, ചിലപ്പോൾ ഞാൻ ഷോർട്സ് ഇടും, അത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും യൂട്യൂബിൽ എനിക്ക് 3 ലാക്ക് സബ്സ്ക്രൈബേഴ്സായി. താങ്ക് യു സോ മച്ച്. ഇതുവരെ കൂടെ ആദ്യം സീസൺ 2 തൊട്ട് ഇവിടെ വരെ കൂടെ നിന്ന ആൾക്കാരുണ്ട്. അപ്പം തൊട്ട് എന്നോട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, ഇപ്പം കൂടിയ ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി ഇതുവരെ എത്തിച്ചതിന്. ഇനിയും കൂടെ ഉണ്ടാവണം. എല്ലാ കാര്യങ്ങളും പറയണം, നെഗറ്റീവ്സ് പറയണം, പോസിറ്റീവ്സ് പറയണം. എല്ലാത്തിനും കൂടെ നിന്നതിന് ഒരുപാട് താങ്ക് യു സോ മച്ച്. അപ്പം നമുക്ക് ആരംഭിക്കാം. അപ്പോൾ ഇന്ന് അവർ നല്ല ഭംഗിയായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി നിൽക്കുകയായിരുന്നു കേട്ടാ. കുറേ പേര് സാരിയൊക്കെ ഉണ്ടായിരുന്നു. അവസാനമാണ് നേരെ ചൊവ്വേ എന്തെങ്കിലും കാണാൻ പറ്റിയത്. അവർ റെഡിയായി നിന്നിട്ട് അവരുടെ മുകളിൽ ഇന്നാ മക്കളെ ടീഷർട്ട് ഇട്ടോ എന്നുള്ള രീതിയിലായിപ്പോയി ടീഷർട്ട് കൊടുത്തത്. സാധാരണ ടീഷർട്ട് ഇടുന്നത് എങ്ങനെയാണ്? നമ്മൾ പാൻറ്റിൻ്റെ പുറത്തുള്ള ടീഷർട്ട് മാത്രം. ഇതാ ഡ്രസ്സിൻ്റെ പുറത്തുള്ള ടീഷർട്ടും കൂടെ ആയി. ആ കമ്മലും എല്ലാം കൂടി ആയപ്പോൾ ഉണ്ടല്ലോ, ആ ഡാൻസിൻ്റെയും പെർഫോമൻസിൻ്റെയും ഭംഗി മുഴുവൻ പോയി. ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവരുടെ ഡാൻസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. കാര്യം ഞാൻ നോക്കുന്നത് മൊത്തം ആ ടീഷർട്ടില്ല. നമ്മൾ ഈ പണ്ട് നമ്മൾ പരിപാടിയൊക്കെ അവതരിപ്പിക്കുമ്പോഴും ഒക്കെ കോർഡിനേറ്റേഴ്സായിട്ട് പിള്ളേർ നിൽക്കുമല്ലോ, അവർ ഉള്ള ഡ്രസ്സിൻ്റെ മുകളിൽ കൂടി ടീഷർട്ട് ഇടുമായിരുന്നു. ഇപ്പം അവരങ്ങനെയല്ല, അവർ ടീഷർട്ട് മാത്രം ഇടുന്നത്. പക്ഷെ പണ്ട് പിന്നെ ചില സ്ഥലത്ത് ചേച്ചിമാർ ചുരിദാറിൻ്റെ മുകളിലൂടെ ടീഷർട്ട് ഇടും. അങ്ങനെയൊക്കെ ആയിപ്പോയി. എനിക്ക് അതൊക്കെ ഓർമ്മ വന്നുപോയി. സത്യം അത് വേണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു ബാഡ്ജോ അങ്ങനെ എന്തെങ്കിലും ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു സംഭവം മതി. എങ്കിലും മുഴുത്താൽ എന്തെങ്കിലും ഒന്ന് മതി. ലാലേട്ട ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം മതിയായിരുന്നു. അല്ലാണ്ട് ഇത് വേണ്ടിയിരുന്നില്ല. അത് മാത്രമേ ഉള്ളൂ ആൾക്കൂടി ഇന്നത്തെ നെഗറ്റീവ്. അവരുടെ പെർഫോമൻസ് മൊത്തം കുളവാക്കിയത് അവരുടെ കോസ്റ്റ്യൂമായിരുന്നു. അവരുടെ കോസ്റ്റ്യൂമിനെ മൊത്തം മറച്ചുകൊണ്ടായിരുന്നു അവരുടെ ടീഷർട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നതിന് അവർ ഡാൻസ് കളിച്ചിരുന്നെങ്കിൽ അത് ഈ ടീഷർട്ട് ഇല്ലാണ്ട് നമുക്ക് ഭംഗിയായിട്ട് കാണാൻ കഴിയുമായിരുന്നു. അത് മാത്രമാണ് എനിക്ക് പോരായ്മ തോന്നിയത്. അവർ ഡാൻസൊക്കെ കളിച്ചു, പക്ഷെ ഡാൻസിൻ്റെ ഭംഗിയൊന്നും നമുക്ക് കിട്ടുന്നില്ലായിരുന്നു, നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവർ ഓരോരുത്തരും ലാലേട്ടൻ്റെ സിനിമകളെ കുറിച്ച് പറഞ്ഞ അതിമനോഹരമായിരുന്നു. അവരെല്ലാവരും ഓരോരുത്തർക്കും അവർ പറഞ്ഞ സിനിമയായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അവരുടെ ജീവിതവുമായിട്ടുള്ള കണക്ഷൻ, അതായത് കണ്ടസ്റ്റൻസിൻ്റെ ജീവിതമായിട്ടുള്ള കണക്ഷൻ അവരെടുത്ത സിനിമകളിൽ ഉണ്ടായിരുന്നു. അത് ലാലേട്ടൻ വേറെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുകയും ചെയ്തു. അതും എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ രഞ്ജിനിയുടെ തിരിച്ചു വരവ്, രഞ്ജിനിയുടെ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. സാബുചേട്ടനെ ഷെയർ ചേച്ചിയും കണ്ടപ്പം രഞ്ജിനിയായിരുന്നു ഏറ്റവും കൂടുതൽ വാണ്ടഡ് ആയിരുന്ന ഒരു പഴയ കണ്ടസ്റ്റൻറ്റ്. അകത്ത് കയറണമെന്ന് എല്ലാവരും പറഞ്ഞിരുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് രഞ്ജിനി. അപ്പോൾ രഞ്ജിനിയെ ഇങ്ങനെ കാണാൻ സാധിച്ചു. വിജയ് യേശുദാസിൻ്റെ പാട്ട് അതിമനോഹരമായിരുന്നു, പറയണ്ട. പിന്നെ ലാലേട്ടൻ്റെ എയർടെൽ ഫോൺ ലോഞ്ച് ചെയ്തു ഒഫീഷ്യലി കഴിഞ്ഞ വർഷം. അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടി, ക്ലബ് എഫും മാതൃഭൂമിയും കൂടി ചേർന്നൊരു സിനിമാ കഥ. ഞാൻ ആദ്യം അത് കണ്ടു തുടങ്ങിയപ്പം, അതിൻ്റെ ആനിമേറ്റഡ് സംഭവം വീഡിയോ കണ്ടു തുടങ്ങിയപ്പം എനിക്ക് ആദ്യം ബോറായിട്ട് തോന്നി. ബോറല്ല, എനിക്ക് കാണാൻ താല്പര്യമില്ലായിരുന്നു. പിന്നെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ത്രില്ലിംഗ് ആയിട്ട് അവസാനം കൊണ്ടത് സസ്പെൻസിബിളായിട്ട് 50 കോടി അക്കൗണ്ടിലേക്ക് വരുന്നു, ലാലേട്ടൻ്റെ അക്കൗണ്ടിലേക്ക്. പിന്നെ അത് കഴിഞ്ഞ് വിളിക്കുന്നു, അതൊക്കെ ഒരു സസ്പെൻസ്ഫുള്ളായിട്ട് എഴുതൽ വിളിക്കുന്നു, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം. ലാലേട്ടൻ May 21 എപ്പിസോഡ് ലാലേട്ടൻ ഇങ്ങനെ സംസാരിക്കുകയാണ്. അതായത് വന്ന വഴികളെക്കുറിച്ച് സംസാരിക്കുകയാണ്. 17-ാം വയസ്സിൽ സിനിമയിലേക്ക് വന്ന ലാലേട്ടൻ 47 വർഷമാകുന്നു അല്ലേ വന്നിട്ട്. അതുകഴിഞ്ഞ് ബിഗ് ബോസിൻ്റെ വോയിസ് വരുന്നു. നമ്മൾ ഒരുമിച്ച് തുടങ്ങിയ ബിഗ് ബോസ് യാത്ര, അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ബിഗ് ബോസ് യാത്രയെക്കുറിച്ചിട്ടൊരു വീഡിയോ ലാലേട്ടൻ സീസൺ 1 തൊട്ടുള്ള ആ വീഡിയോസ് കാണിച്ചു കൊടുക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം പെട്ടെന്ന് രഞ്ജിനി ചാടി വീഴുന്നു. ലാലേട്ടാ എന്നൊക്കെ പറഞ്ഞ് ചാടി വീഴുന്നു. സാബുചേട്ടനും ഷെയർ ചേച്ചിയും വന്നു. സോ എനിക്ക് വേണം ലാലേട്ടാ, എനിക്ക് വരണം എന്നുണ്ടായിരുന്നു. സോ എന്നെ വിളിച്ചു, എങ്ങനെയുണ്ട് ഞാൻ വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വളരെ സന്തോഷം. രഞ്ജിനിയിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. താങ്ക് യു എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ്
സീസൺ 6 ഏറ്റവും കൂടുതൽ ലാലേട്ടനെയാണ് കാത്തിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഏറ്റവും വീക്കെൻഡ് കാത്തിരിക്കുന്ന ലാലേട്ടനെയാണ്. ലാലേട്ടൻ സ്പെഷ്യൽ എപ്പിസോഡ് കാണാൻ വേണ്ടിയിട്ടാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നതൊക്കെ ആര് പറയണു? രഞ്ജിനി പറയുന്നുണ്ട്. ലാലേട്ടാ നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ വിജയ് യേശുദാസ് വരുന്നു. പാട്ടുകൾ ഒരു ഫ്യൂഷൻ രീതിയിൽ 3 പാട്ടാണ് പാടുന്നത്. ഏലീന പാട്ടും പരന്താമി അതിൻ്റെയൊക്കെ ഫ്യൂഷൻ രീതി നല്ല രസമുണ്ടായിരുന്നു. പ്രമദവനം അതും. പിന്നെ അതിൽ 2 വിശിഷ്ട അതിഥികളെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ബിസിനസ് ഹെഡ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൻ്റെ ഇന്ത്യയിലെ ബിസിനസ് ഹെഡായ കൃഷ്ണൻകുട്ടി, അതേപോലെ തന്നെ ചാനൽ ഹെഡ് ഏഷ്യാനെറ്റ് ഹെഡായ കൃഷ്ണകുമാർ സാറിനെ വിളിക്കുന്നു. പൊന്നാട് അണിയിക്കുന്നു. പുഷ്പവൃഷ്ടി നടത്തുന്നു ലാലേട്ടനെ. അപ്പോൾ പിന്നെ നാട്ടുകാരിൽ നിന്ന് ഒരു ലാലേട്ടൻ്റെ ബർത്ത്ഡേ വിഷ്, കേക്ക് കട്ടി, നല്ല കേക്ക് അല്ലേ ലാലേട്ടാ, ഞാൻ ഈ സ്റ്റാർ എടുത്ത് തന്നോട്ടെ, തിന്നാൻ പറ്റുമോ നോക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ ആ സ്റ്റാറൊക്കെ കടിച്ച് തിന്നുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം ബിഗ് ബോസ് വീട്ടിലെ കുടുംബാംഗങ്ങളെ കാണാൻ വേണ്ടി പോകുന്നു. എല്ലാവരും ടീഷർട്ടൊക്കെ ഇട്ട് വൃത്തികേടായി നിൽപ്പുണ്ട് അവിടെ. അപ്പോൾ ലാലേട്ടാ 1 2 3 ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടുന്നുണ്ട്. നമുക്ക് ആരംഭിക്കാം പ്രോഗ്രാം. അങ്ങനെ ആ ടീഷർട്ട് ഇട്ടുകൊണ്ട് ഡാൻസ് ചെയ്യുന്നു. അറിയാതെ അറിയാതെ ആരാണ്? ശ്രീതു അർജുനും. അത് കഴിഞ്ഞ് ശ്രീതു അർജുന് പിന്നെയും നാടോടി പോ അതിൻ്റെ ഒരു ഭംഗിയേ പോയി. ആ ഭംഗിയേ പോയി. ഞാൻ മൊത്തം നോക്കണ ടീഷർട്ടിലാണ്. എന്തൊരു വൃത്തിയായിട്ടാണ് ടീഷർട്ട്. പാവൻ ലാലേട്ടൻ്റെ ഫോട്ടോ അതിലുണ്ട്. എന്നാലും അത് വേണ്ടിയിരുന്നില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് അൻസിബയും ജിൻറ്റോയും കൂടെ ചെമ്പകമല്ലികയിൽ തുടുമ്പും ചെന്നനാനിന. അത് കഴിഞ്ഞ് ചെല്ലത്താമരെ ചെറുചിരി ചുണ്ടിൽ ചൂടിയോ. അത് കഴിഞ്ഞിട്ട് അന്തിപ്പൊൻവട്ടം കരളിലെ മെല്ലെ താഴുമ്പോൾ മാനത്തിനെ പറഞ്ഞ അഭിഷേകും നോറയും. അത് കഴിഞ്ഞ് ജിൻറ്റോയുടെ അപ്സരയുടെ സ്പെഷ്യൽ കൈതപ്പൂവിൻ കഞ്ഞിക്കുറുമ്പിൽ തൊട്ടില്ല. അത് കഴിഞ്ഞ് കസ്തൂരി കസ്തൂരി ഹൈ അഴകിൻ ചിങ്ക എന്നൊക്കെ പറഞ്ഞ് നന്ദനയുടെ അഭിഷേകിൻ്റെയും പാട്ട്. ജുംബ 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 ആരായിരിക്കും? അഭിഷേകും അപ്സരയും അതേപോലെ അർജുനും. അത് ഊട്ടിപ്പട്ടണം തൊട്ടിക്കട്ടണം സന്നാവാട പറ്റിയ പാട്ടാണ്. നമ്മുടെ ജാസ്മിന് കിട്ടിയത്. നല്ല റിസൾട്ട് കളിച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ രാവിൻ പൂവും നമ്മുടെ പയ്യന്മാരെല്ലാവരും കൂടി, പിന്നെ കല്യാണ കച്ചേരി എന്ന പെമ്പിളരെല്ലാവരും കൂടി. അത് കഴിഞ്ഞ് ചന്ദനമണി എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ എൻഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഓരോരുത്തരുടെ സിനിമ ഓർമ്മകളെ കുറ്റി പറയുകയാണ്, കുറിച്ച് കുറ്റിന്ന് പറ്റി പറയുകയാണ്. അഭിഷേകാദ്യം രാവണപ്രഭു ലാലേട്ടാ സവാരി ഗിരിഗിരി. പിന്നെ അതുപോലെ തന്നെ അപ്പം ലാലേട്ടൻ മോനെ അതൊക്കെ ഒരു മോൻ ഇഷ്ടപ്പെടാൻ കാരണം ഒരു അച്ഛൻ്റെയും മകൻ്റെയും ബന്ധം അതിനകത്തുണ്ട്. അത് മാത്രമല്ല വിട്ടുപോയ അമ്മയുടെയും കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അപ്പം അഭിഷേക് ലാലേട്ട അമ്മയ്ക്ക് ചികിത്സ നിശ്ചയിച്ച് ഹോസ്പിറ്റൽ അടിച്ച് പൊളിച്ച് വേണ്ട മോനെ ഒരിക്കലും ആ ഡയലോഗ് ഞാൻ പറഞ്ഞ് അടിച്ചോളാൻ. അത് കാരണം ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നു. വേണ്ട ആ മക്കളെ ഹോസ്പിറ്റലിൽ നിന്ന് അടിക്കാൻ വേണ്ടി പോകരുത്, അതൊക്കെ സിനിമയിൽ കേട്ടാ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നോറ ലാലേട്ടാ നേര് എന്ന് പറയുന്നുണ്ട്. അതായത് എൻ്റെ ഒരാളുടെ കരിയറും ജീവിതവും എല്ലാം നശിച്ചിരിക്കുന്ന സമയത്ത് സത്യത്തിന് വേണ്ടി ഒരാൾ തിരിച്ചു വന്നിട്ട് ആ സത്യം തെളിയിക്കുന്ന കഥയാണല്ലേ ലാലേട്ടാ. സത്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു കഥയല്ലേ. എനിക്ക് നേര് ഭയങ്കര ഇഷ്ടപ്പെട്ടു ലാലേട്ടാ. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ആ കുട്ടി ഒരിക്കലും തോറ്റുപോയിട്ടില്ല, ഒരിക്കലും തോറ്റു പോകരുതെന്ന് പറയുന്നുണ്ട്. അത് നോറെ കണക്റ്റഡ് ആവുന്നുണ്ട്. അൻസിബ തൂവാല തുമ്പികൾ ലാലേട്ടാ പ്രണയിച്ച 2 സ്ത്രീകളും വ്യക്തിത്വമുള്ളവർ. എന്തൊരു പ്രണയമായിരുന്നു അത്, എന്തൊരു വ്യക്തിത്വമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഋഷി ഇവിടെ അക്കരെ ലാലേട്ടാ ദാസനും വിജയനും മീനവിയൽ ഇതൊക്കെ ഓർമ്മ വരുന്നു. അപ്പോൾ ലാലേട്ടൻ ഇത്രയും സ്വീക്കിൽ ഇത്രമാത്രം ഹിറ്റായത് ഒരു വലിയൊരു കാര്യമാണ്. ജാസ്മിൻ ലാലേട്ട കോമഡി പടം യോധ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. സൗണ്ട് ട്രാക്കും ഇഷ്ടപ്പെട്ടു. 2 നടിമാർ 2 കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷനൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ലാലേട്ടൻ പറയുന്നത് ഒന്നും പറയാനില്ല. സിനിമ ഷൂട്ട് പ്രത്യേക രീതിയിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. ഉണ്ണിക്കുട്ടനെ കണ്ടായിരുന്നു ഈ ഇടയ്ക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അർജുൻ തന്മാത്ര ഏത് ഓഡീഷന് പോയാലും അതെടുത്ത് നോക്കും ലാലേട്ടൻ. അതിൻ്റെ ഓരോ സീനുകളും എനിക്ക് ഓർമ്മയുണ്ട്. തന്മാത്ര 3 തലമുറയെക്കുറിച്ച് ലാലേട്ടൻ അതിനകത്ത് അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. അപ്പം ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഇൻസ്പയർ ആയ ഒരു മൂവിയാണ് തന്മാത്ര. പ്രത്യേകിച്ച് അൽഷിമേഴ്സ് എന്ന് പറഞ്ഞ ഡിസീസ്. സത്യം എൻ്റെ അമ്മയ്ക്ക് ഓർമ്മക്കുറവുണ്ട്. അപ്പോൾ പലരും തെറ്റിദ്ധരിക്കാം. ഇപ്പം പലരും വീട് വിട്ടൊക്കെ ഇറങ്ങിപ്പോകുന്നത് തന്നെ. ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഓർമ്മക്കുറവുണ്ട്. അമ്മ എപ്പോഴും രാവിലെ എണീറ്റിട്ട് എൻ്റെ അമ്മ രാവിലെ എണീറ്റിട്ട് അമ്മയുടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യും. എന്നിട്ട് പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നു എന്ന് പറയും. സത്യം എൻ്റെ വീട്ടിൽ പോകുന്നു എന്ന് പറയും. അപ്പം നമ്മളെപ്പോഴും നോക്കിയിരിക്കണം. കാര്യം പറയാൻ പറ്റില്ല, ഓർമ്മക്കുറവാണ്, അല്ലാണ്ട് വേറൊന്നുമല്ല. പക്ഷെ അതിനെ വേറെ രീതിയിലൊക്കെ ആൾക്കാർ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്. ഈ തന്മാത്ര വരുന്നതിന് മുന്നേ അതിനെ വേറെ രീതിയിൽ, അതായത് പ്രാന്തെന്നോ അങ്ങനെയൊക്കെയാണ് കണക്കാക്കിയിരുന്നത്. അതെ, അതിന് മെൻ്റൽ ഡിസീസ് എന്ന ആൾക്കാർ വട്ടായിട്ട് ഇറങ്ങി ഓടുന്നതാണ്. അല്ല, അത് അൽഷിമേഴ്സാണ്.
അത് അറിയാൻ സാധിച്ചതും പ്രേക്ഷകർ സാധാരണ ആൾക്കാരിലേക്ക് എത്തിച്ച സിനിമയിൽ തന്മാത്ര. അപ്പോൾ എൻ്റെ അമ്മേനെ എനിക്ക് എപ്പോഴും അതിൽ കണക്ട് ചെയ്യാൻ പറ്റും. എൻ്റെ അമ്മയ്ക്ക് മെമ്മറി ലോസായി അങ്ങനെ ആയി എന്നറിഞ്ഞ് എൻ്റെ അമ്മ ഞാൻ ആരെന്ന് ചോദിക്കുന്നൊരു ദിവസം ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ. രേവതി അമ്മ അസുഖം വന്നിട്ട് ഞാൻ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ്. അമ്മ മിണ്ടാണ്ടായി പെട്ടെന്ന്, എൻ്റെ അമ്മ പെട്ടെന്ന് മിണ്ടാണ്ടായി. ഞാൻ കൂടെ ഉണ്ട് അമ്മയുടെ. ഞാൻ ഹൗസ് സർജൻസി അപ്പോഴാണെന്ന് തോന്നുന്നു മിണ്ടാണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഇത് സ്ട്രോക്കാണ്, തുടക്കമാണ്. ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടെ കോടി ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അപ്പോൾ ഡോക്ടർ അമ്മയോട് ചോദിക്കുകയാണ് ഇത് ആരാന്നറിയുമെന്ന് എന്നോട് ചോദിക്കുക. എൻ്റെ അടുത്ത് തൊട്ട് 5 മിനിറ്റ് മുന്നേ ഇരുന്ന ആളാ എൻ്റെ അടുത്ത്. എന്നിട്ട് അമ്മ പറയണം ആരാന്ന് എനിക്ക് അറിയില്ല എന്ന്. എനിക്ക് വന്ന ഒരവസ്ഥ ഈ ലോകത്ത് ഒരു മകൾക്കും വരരുത്, മക്കൾക്കും വരരുത്, ഭർത്താവിനും വരരുത്, ആർക്കും വരരുത്. കാരണം നമ്മുടെ കൂടെയുള്ള ആൾ പെട്ടെന്ന് തന്നെ എനിക്ക് ആരാ അറിയില്ല എന്ന് പറയുമ്പോണ്ടല്ലോ ഞാൻ നിന്ന നിപ്പിൽ ഞാൻ താന്നുപോയി ഭൂമിയിലേക്ക്. ഞാൻ മരിച്ചൊരവസ്ഥ സത്യമായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ ഞാൻ കാണുമ്പോഴും ഈ സിനിമ ഞാൻ കാണലില്ല. സത്യം പറഞ്ഞാൽ തന്മാത്ര മൂവി ഞാൻ കാണലില്ല സത്യമായിട്ടും. അത് കേൾക്കുമ്പോഴേ എനിക്ക് എൻ്റെ ലൈഫുമായിട്ട് കണക്റ്റഡാണ്. അതുകൊണ്ട് ഞാൻ കാണാൻ എനിക്ക് ഇഷ്ടമല്ല സത്യമായിട്ടും. കാര്യം എൻ്റെ അമ്മയുടെ ഒരു സ്റ്റേജാണത്. അപ്പം അതിലൂടെ പോകുന്നവർക്കേ അതിൻ്റെ വിഷമം അറിയുള്ളൂ, പ്രത്യേകിച്ച് ഈ മെമ്മറി ലോസ് ഉള്ള. അപ്പോൾ എൻ്റെ അമ്മ എന്നെ തിരിച്ചറിയാത്തൊരു ദിവസം ഉണ്ടായിരുന്നു. ഇപ്പം മരുന്നിലൊക്കെ ഒരുപാട് റിക്കവറി ആയി. ഇപ്പം അമ്മ എന്നെ തിരിച്ചറിയുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല മോളെ എന്ന് വിളിക്കും. എൻ്റെ മക്കളെയൊക്കെ ചിലപ്പോൾ മറന്നു പോകും, ചിലപ്പം ഇതാര് നീ എന്ന് ചോദിക്കും എന്നോട്. എൻ്റെ മോള് ചെറുതല്ലേ എന്ന് ചോദിക്കും. അതൊക്കെ ആ കൂടെ നിൽക്കുന്ന മക്കളുടെ കാര്യമാണ് സഹിക്കാൻ പറ്റാത്തത്, ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യം. അപ്പം എനിക്ക് ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള മൂവിയാണ്. അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ മൂവി കാണത്തില്ല. അതെനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കും. അപ്പോൾ ഇത് അൽഷിമേഴ്സ് എന്ന് പറഞ്ഞൊരു അസുഖമാണെന്ന് പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കൊടുത്ത ലാലേട്ടനും ടീമിനും ഒരുപാട് നന്ദിയുണ്ട്. കാര്യം അതിനെ വേറെ രീതിയിലൊക്കെയാണ് ആൾക്കാർ കാണുക. സത്യം ഈ ഇറങ്ങിപ്പോയ ആൾക്കാർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അതൊക്കെ ഈ അസുഖം വന്നിട്ട് അറിയാണ്ടൊക്കെ ഇറങ്ങിപ്പോകുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അമ്മ രാവിലെ പാക്ക് ചെയ്യും ബാഗ്. ഞാൻ പോട്ടെ എനിക്ക് സമയമായി എൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അമ്മയുടെ വീടാണിത്. ഇല്ല ഇതെൻ്റെ വീടല്ല എന്ന് പറയും. ഇതെൻ്റെ വീടല്ല, അമ്മയുടെ വീട് പഴയ വീടെന്ന് വെച്ചുകൊണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കണേ. അപ്പോൾ അതിനെ വേറെ രോഗങ്ങളുമായിട്ട് കമ്പയർ ചെയ്യും. അതല്ല ഈ ഒരു ഡിസീസ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാൻ താല്പര്യം. അപ്പോൾ സായി ഇവിടെ സമ്മർ ഇൻ ബത്ലഹേമിൽ ഗസ്റ്റ് റോൾ ചെയ്ത ലാലേട്ടനെയാണ് ഓർക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് മോനെ, ഗസ്റ്റ് റോൾ ചെയ്ത എന്നെ ഓർത്തതിൽ. അത് കഴിഞ്ഞ് നന്ദന താളപ്പെട്ട സിനിമ ലാലേട്ടൻ ഞാൻ കാണത്തേ ഇല്ലായിരുന്നു, പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ കരഞ്ഞുപോയി. അത് കഴിഞ്ഞ് സിജോ ലൂസിഫർ, അതിൻ്റെ ഇടയിൽ കൂടെ ഒരെണ്ണം കൂടെ ബറോസും എമ്പുരാനും എപ്പോഴായിരിക്കും റിലീസ് ലാലേട്ടാ കൊച്ചു കള്ള. അപ്പം എമ്പുരാൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നടക്കുന്നു, ഇനി ഡൽഹിയിൽ നടക്കും, ഗുജറാത്തിൽ നടക്കും. പിന്നെ അതിൻ്റെ ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം എമ്പുരാൻ്റെ റിലീസ് ഉണ്ടാവും. ബറോസ് സെപ്റ്റംബർ 12-നായിരിക്കും റിലീസ് എന്നൊക്കെ ലാലേട്ടൻ പറയുന്നു. അപ്സര ഇവിടെ കമലതളം സിനിമ ലാലേട്ട ഭയങ്കരമായിരുന്നു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞിട്ട് ഞാനതിനകത്ത് നർത്തകനായിട്ടല്ല, നൃത്തം അഭ്യസിക്കുന്ന ആളായിട്ടാണ് വന്നിരിക്കുന്നത്. അത് മേക്ക് ബിലീഫാണ് അഭിനയം. നമ്മൾ പ്രേക്ഷകരെ ബിലീഫ് ചെയ്യിപ്പിക്കണം നമ്മൾ അതാണെന്നുള്ളത്. അത് കിട്ടണം, അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു കഴിവാണ്. ആ ഒരു കഴിവ് എനിക്ക് തന്നത് ദൈവമാണ്. അതെങ്ങനെയോ എനിക്ക് കിട്ടി എന്നാണ് ലാലേട്ടൻ പറയുന്നത്. അങ്ങനെയാണ് ലാലേട്ടൻ പറഞ്ഞിട്ട് എങ്ങനെയോ എനിക്ക് കിട്ടി എന്നാണ് പറഞ്ഞത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ശ്രീതു തമിഴിന് കയറി പിടിച്ച് കൊച്ചു കള്ളേ. മലയാളം പടങ്ങളൊന്നുമില്ല, തമിഴ് കയറി പിടിച്ച് ശ്രീതു. തമിഴ് ജില്ലാ മൂവി സാർ ഉങ്ക പടം ரொம்ப അഴക് എന്നൊക്കെ പറഞ്ഞ് അതിൽ വിജയം ഉണ്ടായിരുന്നു മോളെ. റസ്മിൻ രസതന്ത്രം. ശരി റസ്മിനൊക്കെ കഴിഞ്ഞ ശേഷം സത്യനന്ദിക്കാട് സാറിനെ കുറിച്ചും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം എനിക്കൊന്നും ഇല്ലേ ലാലേട്ടാ, പായസമുണ്ട് നോറ, ഞാൻ ഉണ്ടാക്കിയതല്ല ലാലേട്ടാ, പൻസിബ ഞാനും ആ പായസം ഇങ്ങോട്ട് തന്നിട്ട് കേക്ക് പിടിച്ചോന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ബ്രേക്കിന് പോകുന്നു. അത് തിരിച്ചു തന്നിട്ട് പായസം എവിടെ, എനിക്ക് കിട്ടിയില്ലല്ലോ. അയ്യോ ഇല്ലേ, ആരും എടുത്ത് മാറ്റിയതായിരിക്കും, നോക്കിക്കോ എന്നോട് ടാർഗറ്റ് ചെയ്ത് വെച്ചേക്കാണ് ബിഗ് ബോസ്. നോറ മനസ്സിൽ ഇത് പറയണം, ലാലേട്ടിന് പായസം കിട്ടിയില്ലെങ്കിൽ. പായസം ഉണ്ടോ, അയ്യോ നമ്മുടെ പായസം, നമ്മളുണ്ടാക്കിയ പായസം കുടിച്ച് നോക്കിയാണ്. പ്രത്യേകം ഉണ്ടാക്കിയ എന്താണ് ബസ്മതി റൈസ് കൊണ്ടുണ്ടാക്കിയ പായസം. അത് കഴിഞ്ഞ് സ്റ്റോർ റൂമിൽ ഒരാളുണ്ട് പൊക്കിയോ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ വിജയ് യേശുദാസ്. ദൈവമേ, പുതിയ വൈൽഡ് കാർഡാണ്, പറഞ്ഞ് ലാലേട്ടാ, ഇവിടെ ഉള്ളവർ തന്നെ ഇറക്കി വിടാൻ പറഞ്ഞ പാട്. അപ്പോൾ വിജയ് യേശുദാസ് വിജയ് പറയാണ് ഇവിടെ ഇവരുടെ മോഹമൊക്കെ പാടി ലാലേട്ടാ, എന്നാൽ പോട്ടെ ഒരു പാട്ടൊക്കെ പാടിയിട്ട് വാന്ന് പറഞ്ഞ് പാട്ട് പാടുന്നു. പക്ഷേ എനിക്ക് ആ പാട്ട് കേട്ടപ്പം ലിപ്സിങ് ആയിട്ട് തോന്നി. സത്യം പറയാം,
കാര്യം ഇവരുടെ അഭിനയമൊക്കെ കണ്ടപ്പോഴേ എനിക്ക് ലിപ്സിംഗ് ആയിട്ട് തോന്നി. എന്തായാലും കുഴപ്പമില്ല, പുള്ളിക്കാരൻ പാട്ടുകാരൻ തന്നെയല്ലേ, അപ്പോൾ പാട്ടോ എന്താ ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് താങ്ക് യു സോ മച്ച്, വിജയ് ഇറങ്ങുന്നു. അത് കഴിഞ്ഞ് രജനി പോകല്ലേ ലാലേട്ടാ, ഒരു കാര്യം കൂടിയുണ്ട്, എന്നെ കണ്ടിട്ട് ഓടല്ലേ ലാലേട്ടാ, ഒരു കാര്യമുണ്ട്, വരൂ ലാലേട്ടാ. ലാലേട്ടൻ്റെ A10 ഫോണിനെ കുറിച്ച് അറിയാമല്ലോ, കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തു വെച്ചതാണ്. ഇക്കൊല്ലം നമുക്കത് ലോഞ്ച് ചെയ്യാം. ഓക്കെ ലാലേട്ടാ, മലയാളത്തിൽ മാത്രമേ ഉള്ളൂ A10 ഫോണ്ട്. അങ്ങനെ ഒഫീഷ്യൽ ലോഞ്ച് നടക്കുന്നു. അത് യൂസ് ചെയ്യണമെങ്കിൽ URL ആയിട്ട് www.a10phone.com കയറിയിട്ട് അത് യൂസ് ചെയ്യാം. ലാലേട്ടാ, ലവ് ലെറ്റർ എഴുതുന്നവർക്ക് ലാലേട്ടൻ്റെ ഫോണ്ട് കിട്ടും ലാലേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. യൂസ് ചെയ്യുന്ന വീഡിയോ കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു സർപ്രൈസ് കോൺസെപ്റ്റുമായിട്ട് വരുന്നു. മാതൃഭൂമിയും ക്ലബ് FM സിനിമാ കഥ. ഇതിൻ്റെ ക്യൂറേറ്ററായിട്ട് രമേഷ് പിഷാരടി, അതായത് ക്ലബ് FM നടത്തിയ ഒരു പ്രേക്ഷക വോട്ടിങ്ങിൽ നിന്ന് കിട്ടിയ കഥയിനെ ആസ്പദമാക്കി 3 പേരുടെ കഥ എടുത്തു വെച്ചിട്ട് അതിനെ ഒരു കഥ പറയുന്ന ഒരാളായിട്ട്, നറേറ്ററായിട്ടും എൻ്റെ മെയിൻ കഥാപാത്രമായിട്ടും ലാലേട്ടൻ അവിടെ ഇരിക്കുകയാണ് ഈ കഥയിൽ. ഇത് ക്ലബ് FM കാണിക്കുന്ന 15 മിനിറ്റാണ് ഡ്യൂറേഷൻ ഉള്ളത് ക്ലബ് FM. അപ്പോൾ അതിൻ്റെ ട്രെയിലർ കാണിക്കുകയാണ്. ആ ട്രെയിലർ വളരെ നല്ല രസമുള്ള ട്രെയിലറായിരുന്നു, നല്ല എനിക്കിഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ലാലേട്ടൻ എത്തുന്നു. എല്ലാവരും ടീഷർട്ടൊക്കെ മാറ്റി നിൽക്കുന്നു, അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാവർക്കും സമ്മാനം ലാലേട്ടൻ കൊടുത്ത, സൈൻ ചെയ്ത് കൊടുത്ത ഫോട്ടോ. അത് കഴിഞ്ഞ് കപ്പ്, എൻ്റെ അടുത്ത് ഇത് ഈ ഫോട്ടോ അറിയാമല്ല, നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് പോയ സമയത്തുള്ള ഫോട്ടോയാണ്, വല്ല ഓർമ്മയുണ്ടോന്നോ. കപ്പ് കൊണ്ടുവരും, മറ്റത് ചെയ്യും, മറിച്ചത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പോയ ആൾക്കാരാണ്. അതായാലും അതൊക്കെ റെസ്പോൺസിബിലിറ്റിയാണ്. വല്ല നടക്കുമോ എന്ന് നിറഞ്ഞു നിൽക്കുന്നു വീടിനകം. 3 ആഴ്ചയും കൂടിയുണ്ട്. ഇതൊക്കെ വല്ല നടക്കുമോ എന്തോ, എല്ലാം കൂടി ഗെയിമും പറഞ്ഞ് ഗെയിം പ്ലാനും നടത്തി അവിടെ ഇരിക്കുകയാണ് ചിരിച്ചും കളിച്ച്. ഇതൊക്കെ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെയാണ് കേട്ടാ. എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞിട്ട് പോയതൊക്കെ വല്ലതും ചെയ്യാൻ നോക്കുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നാളെയാണ് എവിഷൻ എന്ന് പറഞ്ഞ് ബൈ പറഞ്ഞ് ലാലേട്ടൻ പോകുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.